ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുറഞ്ഞ മസാലയിൽ നമുക്കങ്ങനെ ഫിഷ് പൊരിച്ചെടുക്കുക എന്നുള്ളതാണ് കേട്ടോ. അതിന് വേണ്ടി ഞാനിവിടെ എടുത്തിട്ടുള്ളത് അമൂറ എന്ന് പറയുന്ന ഫിഷാണ്. അപ്പോൾ നിങ്ങളെ നാട്ടിൽ എന്താണ് ഇതിന് പറയലെന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യണേ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 5 ഫിഷാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എൻ്റെ ഫിഷ് ഇവിടെ ഞാൻ കഴുകി വൃത്തിയാക്കി നല്ല സെറ്റായി വെച്ചിട്ടുണ്ട്. അതിലോട്ട് ഞാനൊരു 4 അല്ലി ചെറിയ ഉള്ളി യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ 3 അല്ലി വെളുത്തുള്ളി, ഒരു ഇഞ്ചി, കുറച്ച് കറിവേപ്പിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഒരുപാട് ഇഞ്ചി പേസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവില്ല, ഫിഷിൻ്റെ ടേസ്റ്റ് വരില്ല, ഈ മസാലകളുടെ ടേസ്റ്റ് ഔട്ടാണ് വരിക. അപ്പോൾ കുറഞ്ഞ മസാലയാണ് ഞാൻ യൂസ് ചെയ്യണുള്ളൂ. പിന്നെ അതിലോട്ട് വലിയ ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് അടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു അരമുറി ചെറുനാരങ്ങയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലോട്ടുള്ള മസാലകളൊക്കെയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ മുളക് പൊടി യൂസ് ചെയ്തിട്ടുണ്ട്. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുള്ളത് കാശ്മീരി മുളകാണ് കേട്ടോ. 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ ഇട്ടെടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലോട്ട് 1 ടേബിൾ സ്പൂണ് കോൺഫ്ലവർ യൂസ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ട് പേസ്റ്റാക്കി എടുക്കണം കേട്ടോ. ഏകദേശം നല്ല രീതിയിൽ പേസ്റ്റായിട്ടുണ്ട്. അപ്പോൾ ഇതിലോട്ട് നമ്മൾ ഫിഷ് ഓരോന്നായിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇതിൻ്റെ ഉള്ളിൽ എല്ലായിടത്തും ആക്കിയതിന് ശേഷം ഒരു അരമണിക്കൂർ വരേക്കും നമുക്കത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. അപ്പോൾ ഇതാ എൻ്റെ ഫിഷ് ഏകദേശം ഞാനിവിടെ മസാലയൊക്കെ ചേച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. അപ്പോൾ നിങ്ങളും ഇതുപോലെ ഉണ്ടാക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതാ നമ്മളെ ഫിഷ് ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ഓരോന്നായിട്ട് ഞാൻ ചട്ടിയിലിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇതാ നമ്മളെ ഫിഷ് ഏകദേശം വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഓരോന്നായിട്ട് നന്നായിട്ടൊന്ന് മറിച്ചിട്ട് കൊടുക്കുകയാണേ. അപ്പോൾ എല്ലാം കൂടി മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബാക്കി വന്ന മസാല ഉണ്ട് കേട്ടോ, അത് ഇതിൻ്റെ മുകളിലായിട്ട് ചെറുതായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലോട്ട് ഞാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് പച്ചമുളകും കരിവേപ്പിൻ്റെ ഇലയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ ഇത് കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ, പച്ചമുളക് ഇങ്ങനെ ഇട്ട് കൊടുത്താൽ. അപ്പോൾ ഇതാ നമ്മളെ ഫിഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരുപാട് മസാലകളൊന്നും ഇല്ല കേട്ടോ, കുറഞ്ഞ മസാലയിലാട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു.